സമയത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ അസ്കറിലേക്കും കാരശ്ശേരി മാഷിലേക്കും എത്താം. സലിം മാലിക്, സലിം, എന്തുകൊണ്ടാണ് ആ മോചനം വൈകുന്നത്? ഏത് രീതിയിലുള്ള സ്വീകരണം നൽകാനാണ് യൂത്ത് കോൺഗ്രസിന് ജയിലിന് പുറത്തെ ആലോചന? സലിം. ഹാഷ്മി, മോചനം നേരത്തെ അത് വൈകിയത് പല പല സാങ്കേതിക തടസ്സങ്ങളിലൂടെയാണ്. പ്രത്യേകിച്ചും ട്രഷറിയിൽ പണമടയ്ക്കാനുള്ള കാലതാമസം, ട്രഷറി അടച്ചുപോയത് കൊണ്ട് തന്നെ അത് നേരിടാനുള്ള ഒരു കാലതാമസമൊക്കെ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ മോചനം വൈകിപ്പിച്ചത്. ഇപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അവിടെ നിന്നുള്ള ഈ ബെയിൽ റിലീസ് ഓർഡർ ഉൾപ്പെടെയുള്ളവ ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനകം തന്നെ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പൂജപ്പുര ജയിലിന്റെ പരിസരത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. വലിയ തരത്തിലുള്ള ഒരു ആവേശകരമായ സ്വീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുമ്പോൾ നൽകണം എന്നുള്ളത് തന്നെയാണ് ഒരു ജയിൽ മോചിതനായി ഒരു നേതാവ് വരുമ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി സ്വീകരണം, ഏറ്റവും ഗംഭീരമായ ഒരു സ്വീകരണം ഒരുക്കണം എന്നുള്ള നിലയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. പലതവണ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളൊക്കെ പ്രവർത്തകർ മുഴക്കിയിട്ടുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസ് ഇതിനെ കാണുന്നത് വലിയൊരു രാഷ്ട്രീയ വിജയമായി തന്നെയാണ്. അത് ഓരോ നേതാക്കളുടെയും പ്രതികരണത്തിൽ നിന്നുണ്ടായിരുന്നു. അത് കോൺഗ്രസ് നേതാക്കളുടെയും ഒപ്പം ദേശീയ അധ്യക്ഷൻ വി ശ്രീനിവാസന്റെയും ഒക്കെ പ്രതികരണത്തിൽ നിന്ന് പറഞ്ഞത് തന്നെയാണ്. സർക്കാരിനെതിരെ നേടിയ ഒരു രാഷ്ട്രീയ വിജയം എന്ന നിലയിലാണ് യൂത്ത് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു വരുമ്പോൾ ജയിലിനുള്ളിലേക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിലല്ല, അതിനേക്കാൾ കരുത്തനായ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെയാണ് തിരിച്ച് പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. നിയമ പോരാട്ടത്തിലൂടെ നിയമവഴിയിലൂടെ 4 കേസുകൾ എടുത്ത് ആ കേസുകളെ നിയമവഴിയിലൂടെ നേരിട്ട് അതിൽ വിജയം നേടി അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഉറപ്പായും DGP ഓഫീസ് മാർച്ചും നേരത്തെ സെക്രട്ടേറിയറ്റിലേക്കുള്ള നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. അതും മാറ്റി എല്ലാ പ്രവർത്തകരും ഇവിടേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആ നിലയിൽ ഒരു സ്വീകരണം ഒരുക്കിക്കൊണ്ട് തന്നെ അവരുടെ സംസ്ഥാന അധ്യക്ഷനെ പുറത്തിറക്കുക എന്നുള്ളത് തന്നെയാണ് ആ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല തുടർ സമരപരിപാടികൾ കൂടി ആലോചിക്കും. സർക്കാരിനെതിരായ സമരപരിപാടികളിൽ നിന്ന് പിന്നോട്ടില്ല യൂത്ത് കോൺഗ്രസ് എന്നൊരു പ്രഖ്യാപനം കൂടി ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് തന്നെ നടത്തുകയും ചെയ്തിരുന്നു. BV ശ്രീനിവാസിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ സ്വീകരണം ഉണ്ടാവുക. അതിനുശേഷം സമര സംഘടന എന്ന നിലയിൽ തുടർ സമരങ്ങൾ ആലോചിക്കുക, തുടർ സമര പരിപാടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലവിലെ പദ്ധതി. ഹാഷ്മി.